വെൽക്കം മക്കളെ. പ്രിസം അഥവാ സ്തംഭങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്താണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ആകെ രണ്ട് ഫോർമുലാസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ എന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ആകെ രണ്ട് ഫോർമുലാസ് ഉള്ളൂ. ഒന്ന്, ഏതൊരു പ്രിസം നമ്മുടെ കയ്യിൽ കിട്ടിയാലും അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയണം, വ്യാപ്തം അഥവാ വോളിയം. അതുപോലെ തന്നെ അതിൻ്റെ പാർശ്വതല പരപ്പളവ്, അല്ലെങ്കിൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ് ആ രണ്ട് ഫോർമുല അല്ലേ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ രണ്ട് ഫോർമുലാസ് ഏതൊക്കെയാണ്? അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആർക്ക് വേണമെങ്കിലും എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാമല്ലോ. ഈ ഒരു ചാപ്റ്ററിന് ഫുൾ മാർക്ക് സെറ്റ് ആകാം. അപ്പോൾ ആ ഫോർമുലാസ് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ഫോർമുലാസും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും നമ്മുടെ എക്സാമിന് ചോദിക്കില്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു ഇക്വേഷനോ നിങ്ങൾക്ക് ആവശ്യം വരില്ല. അത്രയും സിമ്പിളായിട്ട് എന്താണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ ഫോർമുലയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, അതെല്ലാം മിസ് ഈ ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ മനസ്സിലാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് പ്രിസം. നമ്മൾ വലിയ കാര്യത്തിൽ ഒരു ഡെഫിനേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്താണ് പ്രിസം എന്നുള്ളതിനൊക്കെ. ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പ്രിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്ന ഒരു 3D ഒരു ഫിഗർ ആണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിലും താഴെയും ഒരേപോലെയുള്ള പോളിഗൺ ആയിരിക്കും. ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് പോളിഗൺസ് ഉണ്ടായിരിക്കും. അവരെ കണക്ട് ചെയ്യുന്ന ഒരേ ഉയരമായിരിക്കും. അതായത് അല്ലെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞ് നമ്മുടെ കുത്തമിനാർക്ക് നിൽക്കുന്ന പോലെ ചെരിഞ്ഞിട്ടായിരിക്കില്ലേ. അപ്പം അങ്ങനെ ആയിരിക്കില്ല. ഒരേ ഉയരത്തിൽ നിൽക്കുന്ന രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള പോളിഗൺസ് ഉണ്ടായിരിക്കും. അതിൻ്റെ സൈഡ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും, ചതുരാകൃതിയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മിസ്സിൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഇതൊരു പ്രിസമാണ്. എങ്ങനെ ഇത് പ്രിസം ആണെന്ന് മിസ്സിന് മനസ്സിലായി. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിലും താഴെയുമായിട്ട് രണ്ട് ഐഡന്റിക്കൽ പോളിഗൺസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ രണ്ട് ഐഡന്റിക്കൽ പോളിഗൺ എന്ന് പറയുന്നത്? ഇവിടെ രണ്ട് ട്രയാങ്കിൾ ആണ്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്, ഒരുപോലെയുള്ള രണ്ട് ത്രികോണങ്ങൾ ഉണ്ട്. ആൻഡ് ആ രണ്ട് ത്രികോണങ്ങളെ ഒരേ ഉയരത്തിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇങ്ങനെ ചെരിഞ്ഞിട്ടൊന്നും അല്ലല്ലോ, ഒരേ ഉയരത്തിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ സൈഡ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആണ്, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആണ്, ഇവിടെയും റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഒരേ ഉയരത്തിൽ ചതുരങ്ങൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് ഐഡന്റിക്കൽ പോളിഗൺസ് ഉണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്തംഭങ്ങൾ അഥവാ പ്രിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്തംഭങ്ങൾ. അപ്പോൾ ഓരോ പ്രിസത്തിനും അതിൻ്റെ ബേസിൻ്റെ പേരനുസരിച്ച്, ബേസ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഓരോ പേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഒരു ട്രയാങ്കുലർ പ്രിസമാണ്. കാരണം ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്. സോ ഇതിനെ ട്രയാങ്കുലർ പ്രിസം എന്ന് വിളിക്കാം. അതുപോലെ തന്നെ വേറൊരു പ്രിസം മിസ് എടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഇതിൻ്റെ ഇവിടെയും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലും ആയിട്ട് വരുന്ന ഈ രണ്ട് ഫേസസ് അല്ലേ, ഈ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ഷേപ്പാണ്. സോ ഇതെന്താണ്? ഒരു സ്ക്വയർ പ്രിസം ആയിരിക്കും. ഇതെന്താണ്? സ്ക്വയർ പ്രിസം ആയിരിക്കും. അപ്പം മിസ് പറഞ്ഞു എന്താണ്? മുകളിലും താഴെയും ഈ രണ്ട് ആൾക്കാരെ നമ്മൾ ഒരു പേര് വിളിക്കും. മുകളിലും താഴെയും ഇതിന് മൊത്തം ഈ എല്ലാ വശത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസസ് എന്ന് പറയുന്നത്. ഒരു പ്രിസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ വശത്തിനെയും നമ്മൾ വിളിക്കുന്നത്, വശങ്ങളെയാണ് നമ്മളിവിടെ പറയുന്ന പേരെന്ന് പറയുന്നത് ഫേസസ് എന്നാണ് നമ്മൾ വിളിക്കുക. എന്താണ്? ഫേസസ്, മുഖങ്ങൾ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഫേസസ് അഥവാ മുഖങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുക. ഒരു പ്രിസത്തിന് അത്രയും മുഖങ്ങളുണ്ട് എന്നാണ് നമ്മൾ പറയുക. ആൻഡ് ഈ മുഖങ്ങളിൽ തന്നെ മുകളിലും താഴെയുമായിട്ട് കാണുന്ന ഈ രണ്ട് ഫേസസിനെ നമ്മൾ വിളിക്കും, ഇതിൻ്റെ ബേസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ്. മുകളിലും താഴെയുമായിട്ട് അപ്പോൾ രണ്ട് ബേസ് ഉണ്ടായിരിക്കും അല്ലേ. ഏതൊരു പ്രിസം എടുത്താലും അതിനെന്തുണ്ടായിരിക്കും? രണ്ട് ബേസ് ഉണ്ടായിരിക്കും. ബേസ് അഥവാ പാദമുഖം എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, പാദമുഖം. ഓക്കെ, ബേസ് അഥവാ പാദമുഖം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ്സ് മിസ് പറഞ്ഞു ചതുരാകൃതിയിലാണെന്ന്. അപ്പോൾ ഈ സൈഡ്സിനെ, ഈ ഫേസസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇതിനെ ബേസ് എന്ന് വിളിച്ചു അല്ലേ. അപ്പോൾ ഈ സൈഡ്സ്, ഈ ഫേസസിനെ നമ്മളൊരു പേര് വിളിക്കും. അതിനെയാണ് നമ്മൾ ലാറ്ററൽ ഫേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ്? ലാറ്ററൽ ഫേസ് അഥവാ പാർശ്വമുഖം എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ലാറ്ററൽ ഫേസ് അഥവാ പാർശ്വമുഖം. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ ലാറ്ററൽ ഫേസും ബേസും ഒക്കെ പറഞ്ഞതെന്ന് അറിയോ? നമ്മുടെ ഫോർമുലയിൽ നമ്മൾ ഈ ടേംസ് ഉപയോഗിക്കും, ബേസ്, ലാറ്ററൽ ഫേസ്. അപ്പോൾ അതൊക്കെ പറയും എന്താണെന്ന് ഓർമ്മ വരുന്നില്ല. അതിനാണ് മിസ് ഈ ബേസിക് ആയിട്ടുള്ള ഈ ടേംസ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാറ്ററൽ ഫേസ്, ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്? ഇവിടെ മിസ് കുറച്ച് പ്രിസംസ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? നമ്മുടെ ട്രയാങ്കുലർ പ്രിസം ആണ് അല്ലേ. ഈ ട്രയാങ്കുലർ പ്രിസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ആയിട്ട് ഇതിനൊരു ബേസ് ഉണ്ട് അല്ലേ. ഇതൊരു ബേസ് ആണ്. അതുപോലെ തന്നെ താഴെയുള്ള ഈ ഒരു സൈഡും എന്താണ്? ഇതിൻ്റെ ബേസ് ആണ്. അപ്പോൾ രണ്ട് ബേസ്
ബേസ് ഉണ്ടായിരിക്കും. അതുപോലെ സൈഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാറ്ററൽ ഫേസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതെന്താണ്? നമ്മുടെ ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു പ്രിസമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഇതൊരു ബേസ് ആണ്. ആൻഡ് ഇതിൻ്റെ താഴെ ഇതും ഇതിൻ്റെ എന്താണ്? ബേസ് ആണ്. ബാക്കിയുള്ള സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ലാറ്ററൽ ഫേസ് ആണ്. ദെൻ ഇതെന്താണ്? നമുക്കൊരു സ്ക്വയർ പ്രിസം ആണ്. സാധ്യത കാണിച്ചിട്ടുള്ള സ്ക്വയർ പ്രിസം. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്ക്വയർ പ്രിസം എന്ന് വിളിച്ചിട്ടുള്ളത്. ദെൻ ഇതെന്താണ്? ഒരു പെന്റഗൺ ആണ്. പെന്റഗണൽ പ്രിസം എന്നാണ് നമ്മൾ വിളിക്കുക. ഇവിടെ എന്താണ്? ഒരു പെന്റഗൺ ഉണ്ട്, താഴെയും എന്തുണ്ട്? ഒരു പെന്റഗൺ ഉണ്ട്. അവരെ ഒരേ ഉയരം കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതെന്ന് പറയുന്നത് ഹെക്സഗണൽ പ്രിസം ആണ്. ഇതെന്താണ്? ഇതിന് മുകളിലും താഴെയായിട്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള എന്താണ്? ഹെക്സഗൺസ് ആണ്. സോ ഇതിന് നമ്മൾ ഹെക്സഗണൽ പ്രിസം എന്നാണ് വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ പ്രിസംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ കാണുന്നത്. മുകളിലും താഴെയുമായിട്ട് സർക്കിൾസ് വന്നു കഴിഞ്ഞാൽ മുകളിലും താഴെയുമായിട്ട് ഇതുപോലെ സർക്കിൾസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുക സർക്കുലർ പ്രിസം എന്നല്ല. ഇതിനെ നമ്മളൊരു പേര് വിളിക്കും സിലിണ്ടർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഓക്കെ, എന്താണ്? സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, വൃത്തസ്തംഭം അഥവാ സിലിണ്ടർ. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ്സ് ചതുരാകൃതിയിലല്ല. അപ്പോൾ ഇതിനെ ലാറ്ററൽ ഫേസ് എന്ന് വിളിക്കില്ല. ചതുരാകൃതിയിലാണെങ്കിലാണ് നമ്മൾ ലാറ്ററൽ ഫേസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത് ചതുരാകൃതിയിലല്ല, പകരം ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഒരു വക്രമായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇതിൻ്റെ ഈ ഒരു ഒഴുക്കൻ രൂപത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതിൻ്റെ വക്രതലം അഥവാ കർവ്ഡ് ഫേസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, വക്രതലം അഥവാ കർവ്ഡ് ഫേസ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലാറ്ററൽ ഫേസ് എന്നല്ല, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് കർവ്ഡ് ഫേസ് അഥവാ വക്രതലം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വക്രതലം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിസത്തിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയേണ്ടത്. ഇനി പ്രിസത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഏതൊക്കെയാണെന്ന് അറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്ത് ചോദിക്കുക, ഒരു പ്രിസം നമ്മുടെ കയ്യിൽ തന്നിട്ട് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട്, വ്യാപ്തം കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വോളിയം കണ്ടുപിടിക്കാനായിട്ട് വ്യാപ്തം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഏതൊരു പ്രിസം കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ബേസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ ബേസിൻ്റെ ഏരിയ എന്താണോ അത് അങ്ങോട്ട് എഴുതുക. അതിനെ ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. ഏത് പ്രിസം വേണമെങ്കിലും ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏത് പ്രിസം വേണമെങ്കിലും ആയിക്കോട്ടെ, ഏതൊരു സ്തംഭവും ആയിക്കോട്ടെ, അതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ബേസ് ഏതാണെന്ന് നോക്കുക. ബേസ് ഏരിയനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ വ്യാപ്തം അഥവാ വോളിയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഏതൊരു പ്രിസത്തിൻ്റെയും വോളിയം. ഇപ്പം നമ്മൾ പറഞ്ഞ നമ്മുടെ സ്ക്വയർ പ്രിസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ് സ്ക്വയർ പ്രിസം. ഇപ്പം നമ്മൾ എടുക്കുന്നത് സ്ക്വയർ പ്രിസം ആണെങ്കിൽ മക്കളെ നമുക്കറിയാം അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ പ്രിസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്താണ്? അതൊരു സ്ക്വയർ ആണ് അല്ലേ. ബേസ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ആണ്. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടായിരിക്കും വരിക? ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ ആയിരിക്കും അല്ലേ. ഏരിയ ഓഫ് സ്ക്വയർ എന്നായിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയയുടെ ഫോർമുല നമുക്കറിയാം എന്താണ്? എ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ. അപ്പോൾ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വോളിയം V is equal to A square H എന്ന് നമുക്ക് എഴുതാം, where H is the height of the prism അല്ലേ. അപ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു പ്രിസം നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമ്മൾ വോളിയം കണ്ടുപിടിക്കുന്നത്, വ്യാപ്തം. അപ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിലോ, അതായത് നമ്മുടെ കയ്യിൽ ഒരു പ്രിസം ഉണ്ട്, ആ പ്രിസത്തിനെ നമുക്കൊന്ന് പൊതിയണം അല്ലെങ്കിൽ പെയിൻറ്റ് അടിക്കണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് അതിൻ്റെ പാർശ്വതല പരപ്പളവ് അല്ലെങ്കിൽ അതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മളിപ്പോൾ ബേസ് ഏരിയ അല്ലേ കണ്ടുപിടിച്ച്, അതിന് പകരം നമ്മൾ ബേസ് പെരിമീറ്റർ അങ്ങോട്ട് കണ്ടുപിടിക്കുക, അതിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ നേരത്തെ എടുത്ത പാരീത്തെ നമ്മുടെ ഒരു സ്ക്വയർ പ്രിസം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സ്ക്വയർ പ്രിസത്തിൻ്റെ ബേസ് ഏരിയ ആണ് പി പറഞ്ഞത്. ബേസ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ ബേസ് എന്താണ്? സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ചുറ്റുള്ള അളവ് അല്ലേ. ചുറ്റുള്ള അളവ് അത് എത്രയാണ്? നമുക്ക് 4A ആണെന്ന് അറിയാം അല്ലേ. ഒരു സ്ക്വയറിനെ സംബന്ധിച്ചിടത്തോളം ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 സൈഡ്സും കൂടി ആഡ് ചെയ്ത് ദാറ്റ് ഈസ് 4A ആണ് അല്ലേ, ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, സർഫസ് ഏരിയ എന്തായിരിക്കും? LSA, ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വതല പരപ്പളവ് എന്ന് പറയുന്നത് 4A ഇൻറ്റു H ആയിരിക്കും അല്ലേ. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. അതാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഏത് പ്രിസം വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ബേസ് പെരിമീറ്ററിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ലാറ്ററൽ സർഫസിൻ്റെ മാത്രം ഏരിയ. മൊത്തം ആ ഒരു പ്രിസത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലോ, മൊത്തത്തിൽ ആ പ്രിസത്തിനെ ഒന്ന് പൊതിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് അവിടെ ടോട്ടൽ സർഫസ് ഏരിയ ആണ്.
എന്താണ് വേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ട, നമ്മൾ കണ്ടുപിടിച്ച ലാറ്ററൽ സർഫസ് ഏരിയനെ 2 × ബേസ് ഏരിയ ചെയ്യുക. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ, നമുക്ക് ഈ ഒരു പ്രിസം പൊതിയണം. ഈ ഒരു പ്രിസം പൊതിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു സൈഡിൻ്റെ പരപ്പളവ്, അതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. ഇത് മാത്രം പൊതിഞ്ഞാൽ മതിയോ? അല്ല, താഴെയും മുകളിലും പൊതിയണം അല്ലേ. അപ്പം മുകളിലും താഴെയായിട്ട് എന്തുണ്ട്? 2 ബേസ് ഉണ്ട്. ആ 2 ബേസിൻ്റെയും കൂടി ഏരിയ അങ്ങോട്ട് ആഡ് ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ലാറ്ററൽ സർഫസ് ഏരിയ +2 × ബേസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആകെയുള്ള ഉപരിതല പരപ്പളവ് അഥവാ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കും. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. ഇത്രേ ഫോർമുലാസേ ഉള്ളൂ, ആകെ 3 ഫോർമുലാസേ ഉള്ളൂ. ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? വോളിയം എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഏരിയ × ഹൈറ്റ് ആണ്. അതുപോലെ ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ പാർശ്വതല പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? ബേസ് പെരിമീറ്റർ × ഹൈറ്റ് ആണ്. അതുപോലെ തന്നെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ +2 × ബേസ് ഏരിയ ആണ്. ഇത്ര മാത്രമേ ഫോർമുലാസ് നമുക്കുള്ളൂ. ഈ ഒരു 3 ഫോർമുല നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, നമ്മുടെ ചാപ്റ്റർ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. പക്ഷേ നമ്മുടെ സിലിണ്ടറിൻ്റെ കേസസിൽ നമുക്ക് ഈ ബേസ് ഏരിയയും അതുപോലെ ബേസ് പെരിമീറ്ററും ഒക്കെ നമുക്ക് സ്പെസിഫിക്കലി എടുത്ത് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചില കേസസ് ഉണ്ട്. ആ ചില കേസസും കൂടി നിങ്ങൾ പഠിച്ചിരുന്ന ഫുൾ സെറ്റാണ്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് നമുക്ക് എക്സാമിനൊക്കെ എപ്പോഴും വരുന്നതാണ് ഒന്ന് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം. ഓക്കെ, അതായത് 2 ബേസ് എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ആണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസ് ഏരിയ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ആണ് നമ്മുടെ കയ്യിലുള്ളത്, ട്രയാങ്കുലർ പ്രിസം. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പ്രിസം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഓക്കെ, ഒരു സമഭുജ ത്രികോണമാണ് നമ്മുടെ ബേസ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ, ബേസ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ബേസ് ഏരിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, √3/4a² ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്, ഈ ഒരു വശം എന്ന് പറയുന്നത് എ ആയിട്ട്, ഇതിൻ്റെ എല്ലാ വശം എന്തായിരിക്കും? നമുക്കപ്പോൾ എ ആയിരിക്കും അല്ലേ. എല്ലാ സൈഡ്സും എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ എല്ലാ സൈഡ്സും എ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സമഭുജ ത്രികോണമാണ് നമ്മുടെ പ്രിസത്തിൻ്റെ ബേസ് അഥവാ പാദമെങ്കിൽ അതിൻ്റെ പാദപരപ്പളവ് ബേസ് ഏരിയ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് √3/4a². അപ്പോൾ എപ്പോഴും എക്സാംസിന് ഒന്നെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു കാര്യമാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്, ദാറ്റ് ഈസ് ഹെക്സഗണൽ പ്രിസം. ഓക്കെ, ഇതുപോലെ ഹെക്സഗൺ നമുക്ക് തരും, റെഗുലർ ഹെക്സഗൺ ആണ് വരിക. അപ്പോൾ റെഗുലർ ഹെക്സഗൺ, ഒരു റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ചേർന്നതാണ്. എത്രയാണ്? 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ചേർന്നതാണ് ഒരു ഹെക്സഗണൽ പ്രിസം എന്ന് പറയുന്നത്. റെഗുലർ ഇതുപോലത്തെ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ചേർന്ന. അപ്പോൾ ഹെക്സഗണൽ പ്രിസം ആണ് നമ്മുടെ കയ്യിലെങ്കിൽ, അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഹെക്സഗൺ ആണ് എന്നുണ്ടെങ്കിൽ, ഷഡ്ഭുജമാണ് നമ്മുടെ കയ്യിലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് ഏരിയ എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ബേസ് ഏരിയ നമുക്കറിയാം √3/4a² ആണ്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. സോ 6 × √3/4a² ആയിരിക്കും എന്താണ് ഒരു നമ്മുടെ ഹെക്സഗണൽ ആയിട്ടുള്ള ഒരു പ്രിസമാണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിന് എപ്പോഴും വരുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് നമ്മുടെ സിലിണ്ടർ ആണ്. അപ്പോൾ സിലിണ്ടർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലിണ്ടറിനും വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയ്ക്കൊന്നും ഒരു മാറ്റമില്ല. ഇത് തന്നെയാണ് നമ്മുടെ ഫോർമുല. വോളിയത്തിൻ്റെ ഫോർമുലയ്ക്കൊന്നും ഒരു മാറ്റമില്ല, ബേസ് ഏരിയ × ഹൈറ്റ് തന്നെയാണ്. പക്ഷേ ഈ ബേസ് ഏരിയ എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിനെ സംബന്ധിച്ച് അതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താ? ബേസ് എന്ന് പറയുന്നത് സർക്കിളാണ് അല്ലേ. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? πr² ആണ് അല്ലേ, ഏരിയ ഓഫ് സർക്കിൾ. വൃത്തത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? πr² ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വോളിയം എന്ന് പറയുന്ന ഒരു സിലിണ്ടറിൻ്റെ കേസിൽ നമുക്ക് വോളിയത്തിന് ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് പറയാം എന്താണ്? ബേസ് ഏരിയ πr² ആണ്. സോ πr²h എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, വോളിയം = πr²h എന്ന് നമുക്ക് ഒരു സിലിണ്ടറിൻ്റെ കേസിൽ എഴുതാനായിട്ട് പറ്റും. കാരണം അവിടെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും സർക്കിളാണ്. സോ ഒരു സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്ന πr² ആണ്, അതിനൊരു മാറ്റമില്ല. സോ ഇത് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഓക്കെ, ഇതേപോലെ നമുക്ക് ഇതിൻ്റെ കർവ്ഡ് ഫേസ് ഏരിയയും പറയാം. കർവ്ഡ് ഫേസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ കർവ്ഡ് ഫേസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? കർവ്ഡ് ഫേസ് ഏരിയ. ഓക്കെ, കർവ്ഡ് ഫേസ് ഏരിയ, വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ കേസിൽ ബേസ് പെരിമീറ്റർ × ഹൈറ്റ് ആയിരിക്കും. ബേസ് പെരിമീറ്റർ × ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ അല്ലെ? ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് സർക്കിളാണ്. സോ സർക്കിളിൻ്റെ പെരിമീറ്റർ ഓഫ് സർക്കിൾ എന്താണ്? നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ. സർക്കിളിൻ്റെ പെരിമീറ്റർ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സംഭവമാണ്, റേഡിയസ് ഒക്കെ വെച്ചിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്.
ആണല്ലേ. അപ്പോൾ ER സ്ക്വയർ പോലെ നമുക്ക് അറിയാം സർക്കിളിൻ്റെ പെരിമീറ്റർ അറിയാം. അപ്പോൾ പെരിമീറ്റർ നമുക്കറിയാം. സോ നമുക്ക് കർവ്ഡ് ഫേസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതേ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് ഫേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരിക്കും എന്നുള്ളത് മക്കളെല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പാകം 3 ഫോർമുലയുള്ളൂ. വോളിയം കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക, ദെൻ ടോട്ടൽ സർഫസ് ഏരിയ. 3 ഫോർമുലയുള്ളൂ. 3നും ജനറൽ ആയിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ സിലിണ്ടറും അതുപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അതുപോലെ ഹെക്സഗണൽ ഈ 3 കേസസും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അത് വരാനുള്ള എല്ലാ ഇക്വേഷനും മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഇക്വേഷൻ എന്താണെന്നുള്ളത് മക്കൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഫോർമുല എല്ലാം ക്ലിയർ ആയി. ഇതുപോലെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഫോർമുലാസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ എങ്കിൽ ആ കാര്യം കൂടി താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.